എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫെബ്രുവരി മാസം 14 തീയതി കഴിഞ്ഞാൽ കുറച്ച് നക്ഷത്ര ജാതകർ ലക്ഷപ്രഭുക്കൾ ആകുന്നതിനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. ഗ്രഹങ്ങളുടെ സ്ഥാനം വളരെ അനുകൂലമായിട്ട് നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ എങ്ങനെയും സാമ്പത്തിക പുരോഗതി കൈവരിക്കാൻ ഈ നക്ഷത്ര ജാതകർ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ജീവിതത്തിൽ കൂടുതൽ ഗുണഫലങ്ങൾ കിട്ടും എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരു സംശയവും വേണ്ട. നമുക്ക് ഓരോ നക്ഷത്ര ജാതകരെക്കുറിച്ചും വളരെ വിശദമായിട്ട് അതുപോലെ തന്നെ ഇവർക്ക് വേണ്ട പരിഹാര ക്രിയകളും ഇൻഫിനിറ്റി സ്റ്റോറീസ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്കായിട്ടൊന്ന് പങ്കുവെക്കുന്നു. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രേക്ഷകരെ, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതെ ഇരിക്കുക. എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം, മേടം രാശിയിൽ പിറന്ന അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്ര ജാതകർക്ക് ഫെബ്രുവരി മാസം 14 മുതൽ ഒരാഴ്ചക്കാലം എങ്ങനെയാണ് എന്ന്. മേടക്കൂറുകാർക്ക് ലഗ്നത്തിൽ രാഹുവും 2-ൽ ചൊവ്വയും ചന്ദ്രനും 6-ൽ രവിയും ബുധനും 7-ൽ കേതുവും 10-ൽ ശനിയും 12-ൽ വ്യാഴനും സഞ്ചരിക്കുന്നൊരു കാലമാണ്. ഈ കൂറുകാർക്ക് ശനിയുടെ സ്ഥിതി കർമ്മബലം സമ്മാനിക്കും എന്നതിൽ യാതൊരു സംശയവും വേണ്ട. ധനഭാവത്തിനും ബലമുള്ളതിനാൽ ധാരാളം ധനം കൈവരും. അമിത ചെലവ്, കർമ്മതടസ്സം എന്നിവ അതിജീവിക്കും. പിന്നീട് പ്രവൃത്തി തടസ്സം അകന്ന് പൂർവാധികം ശക്തമാകുകയും ചെയ്യുന്നൊരു സാഹചര്യം കൂടി ഇവർക്ക് കാണുന്നുണ്ട്. ഈ ഫെബ്രുവരി മാസം 24 മുതൽ കൂടുതൽ അനുകൂല സാധ്യതയും സാമ്പത്തിക ലാഭവും ഇവർക്ക് വർദ്ധിച്ചു വരും. അതുപോലെ പൂജാരി, ക്ഷേത്രപാലകർ എന്നിവർക്കും നല്ല സമയമാണ്. ഈ കൂറുകാർ തസ്കര ശല്യം ഒന്ന് സൂക്ഷിക്കേണ്ട ദിവസമാണ്. ഇവർ ദോഷപരിഹാരാർത്ഥം കൂട്ടുഗണപതി ഹോമം, ശാസ്താവിന് നീരാജനം, ദേവിക്ക് കുങ്കുമാർച്ചന എന്നിവ നടത്തി പ്രാർത്ഥിക്കണം. ഇനി ഇടവക്കൂറിൽ കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. ഈ കൂറുകാർക്ക് ലഗ്നത്തിൽ ചൊവ്വ, 5-ൽ സൂര്യൻ, ബുധൻ ഈ സ്ഥിതിയായാൽ നഷ്ടപ്പെട്ട സാധനങ്ങൾ തിരിച്ചു കിട്ടാനും പിണങ്ങിയവരുമായിട്ട് അടുക്കുവാനും സന്താന ഭാഗ്യത്തിനും വീട് പുതുക്കിപ്പണിയാനും ഉള്ള യോഗം കാണുന്നുണ്ട്. കൃഷിയിൽ നിന്നും ധനാഗമം ഉണ്ടാകും. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ധനധാന്യ വിളകൾ നഷ്ടപ്പെട്ടാലും അവയ്ക്ക് കൂടുതൽ വില ലഭിക്കും. സന്താന സൗഖ്യം, ഗൃഹസൗഖ്യം, പുത്രപൗത്രാദി സൗഖ്യം, ഗൃഹനിർമ്മാണം എന്നിവയ്ക്ക് യോഗമുണ്ട്. വസ്തു ഫ്ലാറ്റ് വിൽപ്പനയിലും റിയൽ എസ്റ്റേറ്റിലും മെച്ചപ്പെട്ട ലാഭം കിട്ടും. ഹോട്ടൽ വ്യാപാരത്തിൽ വിജയം വരിക്കും. വിവാഹയോഗം, കലാകാരന്മാർക്കും വിദ്യാർത്ഥികൾക്കും ഭാഗ്യകാലം, സമ്മാനങ്ങൾ, ബഹുമതികൾ എന്നിവ ലഭിക്കാനും അവസരമുണ്ട്. ഇടവക്കൂറുകാർ ദോഷപരിഹാരത്തിന് രക്തചാമുണ്ടേശ്വരിക്ക് കുങ്കുമാർച്ചന, ഹനുമാന് വടമാല, രാഹു ദോഷശാന്തി എന്നിവ നടത്തുന്നത് നല്ലതാണ്. ഇനി മിഥുനക്കൂറിൽ പിറന്ന മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്ര ജാതകരെക്കുറിച്ചൊന്ന് നോക്കാം. ഈ കൂറുകാർക്ക് 3-ൽ ശുക്രനും രവിയും 4-ൽ ബുധൻ, ഉച്ചത്തിൽ ശനി, അഷ്ടമത്തിൽ നിൽക്കുന്നുണ്ട്. 10-ൽ വ്യാഴം കർമ്മവിജയം സമ്മാനിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ തൊഴിൽ സാധ്യത, സന്താന സൗഖ്യം, പുത്രപൗത്രാദി സൗഖ്യം എന്നിവ ലഭിക്കും. അഷ്ടമശനിയുടെ സ്ഥിതി മാറി വരുന്നത് കൊണ്ട് ലാഭത്തിന് സാധ്യതയുണ്ട്. പരദേവത അനുഗ്രഹത്താൽ ഏറെക്കുറെ ദോഷങ്ങളും മാറിവരും. വീട്ടിൽ പുതിയ അതിഥികളെത്താൻ സാധ്യതകൾ കൂടുതലാണ്. ചന്ദ്രൻ്റെ മറവ് സാമ്പത്തിക നഷ്ടത്തിൽ നിന്നും കരകയറ്റും. ജോലി നഷ്ടപ്പെട്ടവർക്ക് പുതിയ സംരംഭം തുടങ്ങാനും സാധിക്കും. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് മാടൻ, ശിവൻ, ചാത്തൻ, വിഷ്ണു എന്നിവർക്ക് പ്രത്യേക പൂജകൾ നടത്തണം. പടുക്ക ഹോമവും നല്ലതാണ്. ഇനി കർക്കിടകക്കൂറിലെ പുണർദം, പൂയം, ആയില്യം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. 7-ൽ ശനി, 2-ൽ ശുക്രൻ, രവി 3-ൽ, ബുധൻ 9-ൽ, വ്യാഴം നിൽക്കുന്നുണ്ട്. ലഭിച്ചുകൊണ്ടിരുന്ന ഭാഗ്യ ഐശ്വര്യങ്ങൾ
ഇതുമൂലം ഇരട്ടിയാകാൻ സാധ്യതകൾ കൂടുതലാണ്. കുടുംബജീവിതത്തിലെ ചില ബുദ്ധിമുട്ടുകൾ മാറിത്തുടങ്ങും. അത് പരിഹരിക്കുന്നതിന് ബന്ധുമിത്രാദികളുടെ സഹായം ഉണ്ടാകും. അന്യദേശത്ത് തൊഴിലിൽ നിന്നും വിരമിച്ച് നാട്ടിലെത്തി പുതിയ ബിസിനസ് തുടങ്ങാൻ യോഗം കാണുന്നുണ്ട്. സ്വകാര്യ സ്ഥാപനങ്ങളിൽ പുതിയ തൊഴിൽ ലഭിക്കും. പിതാവിനും മാതാവിനും ഏറ്റവും ഉത്തമകാലമാണ്. സ്ഥാനലബ്ധിയും കാണുന്നുണ്ട്. വ്യാഴം ഭാഗ്യസ്ഥാനത്തായതിനാൽ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പേരും പ്രശസ്തിയും വർദ്ധിക്കും. സാഹിത്യം, അതുപോലെ തന്നെ കവിത എന്നീ മേഖലകളിൽ ഉള്ളവർക്ക് ചില സർക്കാർ അംഗീകാരങ്ങൾ തേടിവരും. ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റം പ്രതീക്ഷിക്കാം. ഗൃഹം മാറി താമസിക്കേണ്ടതായ അവസരങ്ങൾ വരും. തൊഴിൽപരമായിട്ട് മാറ്റത്തിനും സാധ്യതയുണ്ട്. ദോഷപരിഹാരാർത്ഥം സർപ്പപ്രീതി, വിഷ്ണുപ്രീതി, ശിവപ്രീതി എന്നിവ നടത്തി പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം. ഇനി ചിങ്ങക്കൂറിലെ മകം, പൂരം, ഉത്രം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. സൂര്യനും ശുക്രനും ഐശ്വര്യത്തോട് നിൽക്കുന്നതിനാൽ ഈ കൂറുകാർക്ക് പുതിയ വീട് വെക്കാൻ യോഗം കാണുന്നുണ്ട്. പരീക്ഷാ വിജയവും ലഭിക്കും. കുട്ടികൾക്ക് സർക്കാർ ആനുകൂല്യത്തിന് സാധ്യതയുണ്ട്. പ്രായമായവർക്ക് വിദേശത്ത് ആനുകൂല്യ സാധ്യതയുണ്ട്. കല, സാഹിത്യം, മാതൃപിതൃസുഖം, ഭൂമി സംബന്ധമായും ഗൃഹസംബന്ധമായും നേട്ടം, സർക്കാരിൽ നിന്നും പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നും ആദായം, വാഹനയോഗം, ഗൃഹയോഗം എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. ഇടവിട്ട് തലവേദന, തൊണ്ടവേദന, കണ്ണുവേദന എന്നിവ അനുഭവിച്ചു കൊണ്ടിരുന്നവർക്ക് അതിൽ നിന്ന് ഒരു മാറ്റം ഇനിയുള്ള ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം. സ്വർണ്ണ വ്യാപാര രംഗത്തും നല്ല സമയമാണ്. കുടുംബത്തിനും പ്രത്യേകിച്ച് കുടുംബത്തിൽ ചെറുമക്കൾക്കും നല്ല കാലം വരികയാണ്. ഇവർ ദോഷപരിഹാരമായിട്ട് മാസം തോറും വെളുത്തവാവിന് പൗർണമി പൂജ നടത്തുക. സുബ്രഹ്മണ്യന് പഞ്ചാമൃതം, കൃഷ്ണന് അർച്ചന എന്നിവ ഗുണം ചെയ്യുന്നതായിരിക്കും. ഇനി കന്നിക്കൂറിൽ പിറന്ന ഉത്രം, അത്തം, ചിത്തിര നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. ഫെബ്രുവരി 14 കഴിഞ്ഞാൽ ദൈവാധീനം കൂടുതലായിട്ട് കാണുന്നുണ്ട്. വാഹനങ്ങളിൽ നിന്നും വിദേശത്തു നിന്നും ധനാഗമത്തിന് സാധ്യതയുണ്ട്. സന്താനങ്ങളെ കൊണ്ട് മനസ്സന്തോഷം ഉണ്ടാകും. പൂർത്തിയാകാത്ത ഗൃഹങ്ങൾക്ക് താൽക്കാലിക നമ്പർ ലഭിക്കുകയും അതിലേക്ക് താമസം മാറാനും സാധ്യതയുണ്ട്. സർപ്പദോഷം ഉള്ളതിനാൽ ഇവർ ഈ കാലഘട്ടത്തിൽ സർപ്പപ്രീതി, വിഷ്ണുപ്രീതി, ശിവപ്രീതി എന്നിവ വരുത്തി പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം. ബുധൻ്റെയും വ്യാഴത്തിൻ്റെയും സ്ഥിതി അനുകൂലമായതിനാൽ സന്താനങ്ങൾക്ക് വിദ്യാവിജയം, കൂട്ടുകൃഷിയിൽ നേട്ടം, ആഹാരം, വസ്ത്രം, വാഹനം എന്നിവയിൽ പ്രതീക്ഷിച്ചതിൽ കവിഞ്ഞ നേട്ടങ്ങൾ വന്നു ചേരും. കൃഷിക്കാർക്ക് ധാന്യശേഖരം വർദ്ധിക്കും. മുതിർന്നവർക്കും അനുകൂല സമയമാണ്. ചിലവ് വരുമാനത്തിനൊത്തു തന്നെ വർദ്ധിക്കും. ആഭരണങ്ങൾ വാങ്ങാൻ യോഗമുണ്ട്. ശമ്പള കുടിശ്ശിക ലഭിക്കും. പൊതുപ്രവർത്തകർക്ക് നല്ല കാലം. അധ്വാനത്തിനനുസരിച്ച് ഫലം ലഭിക്കുകയും ചെയ്യും. ഇവർ ദോഷപരിഹാരത്തിന് ഗണപതിക്ക് ഭാഗ്യസൂക്താർച്ചന, നവഗ്രഹാർച്ചന, ഭഗവതിക്കും ഭദ്രകാളിക്കും അർച്ചന എന്നിവ നടത്തി പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി തുലാക്കൂറിൽ ചിത്തിര, ചോതി, വിശാഖം നക്ഷത്ര ജാതകരെ കുറിച്ചൊന്ന് നോക്കാം. ലഗ്നത്തിൽ കേതു, 4-ൽ ശനി, 6-ൽ ഗുരു, 7-ൽ രാഹു നിൽക്കുന്നുണ്ട്. വ്യാഴൻ്റെയും ബുധൻ്റെയും സ്ഥിതി അനുകൂലമാകും. കാര്യങ്ങൾ എല്ലാം നടന്നു പോകും. സഹോദരങ്ങൾ തമ്മിൽ ഭൂമി സംബന്ധമായ കാര്യത്തിൽ ഒത്തുതീർപ്പുണ്ടാകും. മാതൃസ്വത്ത് ലഭിക്കാൻ യോഗമുണ്ട്. പുതിയ തൊഴിലിനും ബിസിനസ്സിനും തൽക്കാലം നല്ല ഗുണം ചെയ്യും. വിദ്യാർത്ഥികൾ പഠനത്തിൽ കൂടുതൽ മികച്ച വിജയം നേടാൻ ശ്രദ്ധിക്കണം. സത്കീർത്തി, സത്പേര്, വിദ്യാവിജയം, പ്രശസ്തി എന്നിവ ലഭിക്കും. മനപ്രയാസങ്ങൾ വിട്ടൊഴിയും. എല്ലാ കാര്യങ്ങളും പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. ക്ലേശകരവും സാഹസികരവുമായ കാര്യങ്ങളിൽ ഏർപ്പെടാതിരിക്കുക. അതുപോലെ തന്നെ ഇവർ ഗൃഹയോഗം ഉള്ളതുകൊണ്ട് ശത്രുക്കളുടെ അസൂയ വർദ്ധിക്കും. സമ്പത്ത്, സൗഭാഗ്യം, വിദ്യാവിജയം, സ്പോർട്സ്, കലാരംഗം എന്നീ മേഖലകളിൽ ഒരുപാട് നേട്ടങ്ങൾ കാണുന്നുണ്ട്. ശത്രുഭയം മാറിക്കിട്ടും. നിലവിൽ വ്യാഴൻ്റെ സ്ഥിതി മൂലം സകല ദോഷങ്ങളും പരിഹരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ശനിയുടെ സ്ഥിതി നല്ലതല്ലാത്തത് കൊണ്ട് ശ്രീകൃഷ്ണന് വെണ്ണയും നിവേദ്യവും, ശിവന് ജലധാരയും,
മൃത്യുഞ്ജയ അർച്ചനയും നടത്തി ഈ ശനിയുടെ ദോഷം ഒന്ന് മാറ്റി നിർത്തിയാൽ ബാക്കി എല്ലാ കാര്യങ്ങളും ദൈവാധീനം കൊണ്ട് മെച്ചപ്പെട്ട രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. പുത്രപൗത്രാദി ബന്ധുജന സൗഭാഗ്യം, ബന്ധുക്കളിൽ നിന്ന് സഹായം എന്നിവ ലഭിക്കാനും സാധ്യതകൾ കാണുന്നുണ്ട്. പ്രിയ പ്രേക്ഷകരെ, വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക.